നമസ്കാരം. സൈക്കോപാത്തിന്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം. നിങ്ങൾ എന്റെ വീഡിയോകൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ എന്റെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, സൈഡിലുള്ള ബെല്ലൈക്കൺ അമർത്തുക. അങ്ങനെയാണെങ്കിലേ ഞാൻ ഇടുന്ന വീഡിയോകൾ നിങ്ങൾക്ക് അപ്പോൾ ലഭിക്കുകയുള്ളൂ. ഇന്നത്തെ നമ്മുടെ വീഡിയോ 2 മെട്രിക്സ് എങ്ങനെ ആഡ് ചെയ്യാമെന്നുള്ളതാണ്. നമുക്ക് നേരെ വീഡിയോയിലേക്ക് കടക്കാം. അപ്പൊ നമുക്ക് എങ്ങനെ 2 മെട്രിക്സ് ആഡ് ചെയ്യണമെന്നുള്ളത് റിയൽ ലൈഫിൽ അല്ലെ മാത്തമാറ്റിക്സിൽ നമ്മൾ എങ്ങനെ ചെയ്യുമെന്ന് നമുക്ക് നോക്കാം. ഞാൻ ജസ്റ്റ് 2 മെട്രിക്സ് എഴുതുന്നു. അപ്പൊ 2 മെട്രിക്സുകൾ തമ്മിൽ ആഡ് ചെയ്യണമെങ്കിൽ ആ 2 മെട്രിക്സുകൾ സ്ക്വയർ മെട്രിക്സുകൾക്ക് മാത്രമേ ആ ഒരു ആഡ് ചെയ്യുക എന്നുള്ളൊരു സംഗതി പറ്റത്തുള്ളൂ. അത് നമുക്കറിയാവുന്ന ഒരു റൂളാണ്. നമ്മൾ ജസ്റ്റ് 2x2 സ്ക്വയർ മെട്രിക്സ് ആണ് ഉണ്ടാക്കുന്നത് നിലവിൽ ചെക്ക് ചെയ്യാനായിട്ട്. അപ്പോൾ നമുക്ക് ഈ സ്ക്വയർ മെട്രിക്സിന്റെ ഇത് കൊടുക്കാം. അപ്പം ഞാൻ ആദ്യത്തെ എലമെന്റ് A11, രണ്ടാമത്തെ എലമെന്റ് A12, മൂന്നാമത്തെ എലമെന്റ് A21, A22. അപ്പം ഇതാണ് എൻ്റെ A എന്ന് പറഞ്ഞ മെട്രിക്സ്. എൻ്റെ B എന്ന് പറഞ്ഞ മെട്രിക്സ് എന്ന് പറഞ്ഞാൽ B11, B12, B21, B22. ഇതാണ് എൻ്റെ B എന്ന് പറഞ്ഞ മെട്രിക്സ്. ഈ 2 മെട്രിക്സിന്റെ സം എന്ന് പറഞ്ഞ മെട്രിക്സ് നമുക്ക് എഴുതുകയാണെങ്കിൽ നമുക്ക് എഴുതാൻ പറ്റും A11 പ്ലസ് B11. അതുപോലെ രണ്ടാമത്തെ എലമെന്റ് A12 പ്ലസ് B12. മൂന്നാമത്തെ എലമെന്റ് A21 പ്ലസ് B21. നാലാമത്തെ എലമെന്റ് A22 പ്ലസ് B22. അപ്പൊ ഇതാണ് നമ്മുടെ നോർമൽ ആയുള്ള ഒരു മെട്രിക്സ് അഡീഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. അപ്പം ഈ ഒരു മെട്രിക്സിന്റെ രീതി പറയുകയാണെങ്കിൽ A11 എന്ന് പറഞ്ഞ എലമെന്റ് ആണ്. A11 എന്ന് പറഞ്ഞ എലമെന്റ് B11 ആണ്. അപ്പൊ ആ 11 എന്നുള്ളതാണ് നമ്മുടെ ഐഡന്റിറ്റി. അതുപോലെ A21 A12 B12, A21 B21, അതുപോലെ A22 B22. അപ്പൊ ആ ഒരു ഐഡന്റിറ്റിക്ക് മാറ്റമില്ല. നമുക്കിതെങ്ങനെ പ്രോഗ്രാം ആക്കാമെന്ന് നോക്കാം. ഓക്കെ, ഞാൻ അതിനായിട്ട് വിഷ്വൽ സ്റ്റുഡിയോ കോഡ് എടുക്കുകയാണ്. ഇതിനു മുമ്പുള്ള എല്ലാ എപ്പിസോഡും കണ്ടു കഴിഞ്ഞാൽ മാത്രമേ ഈ വീഡിയോയിൽ പറയുന്ന കാര്യങ്ങൾ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ സാധിക്കുകയുള്ളൂ. അപ്പോൾ ആ വീഡിയോയിൽ അടങ്ങുന്ന പ്ലേലിസ്റ്റിന്റെ ലിങ്ക് ഈ വീഡിയോ ഡിസ്ക്രിപ്ഷനിലും മുകളിലുള്ള ഐക്കാർഡിൽ ഞാൻ ഇട്ടിട്ടുണ്ട്. അത് ഞെക്കിയാൽ നിങ്ങൾക്ക് കാണുവാൻ സാധിക്കുന്നതാണ്. അപ്പം നമുക്ക് ആദ്യം നമ്മുടെ വേണ്ടപ്പെട്ട ഹെഡർ ഫയലുകളും കാര്യങ്ങളൊക്കെ ഇൻക്ലൂഡ് ചെയ്യാം. ഈ ഏരിയ ഞാൻ ഒട്ടും എക്സ്പ്ലെയിൻ ചെയ്യുന്നില്ല. ഇത് മുമ്പത്തെ എപ്പിസോഡുകൾ നമ്മൾ വ്യക്തമായി ഓരോന്നും പോയിന്റ് ബൈ പോയിന്റ് ആയി വരുന്നത് എങ്ങനെയാണ് നമ്മൾ പറഞ്ഞിട്ടുള്ളതാണ്. അതുകൊണ്ട് തന്നെയാണ് ഈ ഒരു ഏരിയ നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്യാത്തത്. നമുക്കിവിടെ 2 മെട്രിക്സ് വേണം. ആ 2 മെട്രിക്സ് ഞാൻ റീഡ് ചെയ്യുന്നത് വരെ എക്സ്പ്ലെയിൻ ചെയ്യത്തില്ല, പെട്ടെന്ന് പോവുകയാണ്. അപ്പൊ നിങ്ങൾ ആ വീഡിയോ തീർച്ചയായും കണ്ടിരിക്കണം, അതാണ് ഞാൻ പറഞ്ഞത്. ഓക്കെ, ഇപ്പൊ നമ്മൾ 2 മെട്രിക്സ് ഉണ്ടാക്കുന്ന സ്റ്റേറ്റ്മെന്റ് വരെയാണ് എഴുതിയത്. നമ്മൾ യൂസർ നെയിം റോയും കോളവും ഒക്കെ മേടിച്ചിട്ട് നമ്മൾ 2 മെട്രിക്സുകൾ ഉണ്ടാക്കുന്നു. അപ്പൊ ഇനിയും നമുക്ക് 2 മെട്രിക്സുകൾ കിട്ടി. അപ്പൊ 2 മെട്രിക്സുകൾ കിട്ടിക്കഴിഞ്ഞാൽ ഇനി നമുക്ക് ആഡ് ചെയ്യണമെങ്കിൽ 2 മെട്രിക്സിന്റെ ഓർഡർ ഈക്വൽ ആയിരിക്കണം. അപ്പൊ നമുക്ക് റോയും കോളവും കിട്ടിക്കഴിഞ്ഞാൽ ഓർഡർ ഈക്വൽ ആണോ എന്ന് ചെക്ക് ചെയ്യാൻ പറ്റും. അങ്ങനെ ഓർഡർ ഈക്വൽ ആണെങ്കിൽ മാത്രം നമുക്ക് ആഡ് ചെയ്യാൻ പറ്റും, അല്ലെങ്കിൽ ആഡ് ചെയ്യാൻ പറ്റത്തില്ല. ആഡ് ചെയ്യാൻ പറ്റുമെങ്കിൽ ആഡ് ചെയ്ത് കാണിക്കണം, ആഡ് ചെയ്യാൻ പറ്റത്തില്ലെങ്കിൽ ആഡ് ചെയ്യാൻ പറ്റത്തില്ല എന്നൊരു മെസ്സേജ് വരണം. ഞാൻ നേരത്തെ പറഞ്ഞിരുന്നു സ്ക്വയർ മെട്രിക്സ് മാത്രമേ ആഡ് ചെയ്യാൻ പറ്റുള്ളൂ എന്നത്. എനിക്കൊരു ചെറിയ അബദ്ധം പറ്റിയാണ്, ക്ഷമിക്കണം. അപ്പൊ ഏതായാലും നമുക്ക് ഇതിന്റെ റോയും കോളവും ഒക്കെ എങ്ങനെയാണെന്ന് നോക്കാം. അപ്പൊ നമുക്കൊരു ഇഫ് കണ്ടീഷൻ കൊടുക്കാം. അപ്പം ഇതില് R1 ഈക്വൽ ടു R2 ആയിരിക്കണം. അതുപോലെ കോളം 1 ഈക്വൽ ടു കോളം 2. ഈ ഒരു കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്ത് കഴിഞ്ഞാൽ മാത്രമേ 2 മെട്രിക്സുകൾ ഈക്വൽ ആണോ, അതായത് 2ന്റെ ഓർഡർ സെയിം ആണെന്ന് നമുക്ക് പറയാൻ പറ്റത്തുള്ളൂ. അതിന് ഓർഡർ സെയിം ആണെന്നുണ്ടെങ്കിൽ നമുക്ക് സം എന്ന് പറഞ്ഞ സമ്മ് കണ്ടുപിടിക്കണം. സമ്മ് കണ്ടുപിടിക്കുക മാത്രമല്ല, നമുക്ക് മെട്രിക്സുകളിലെ എലമെന്റ്സ് റീഡ് ചെയ്തിട്ടില്ല, അത് എലമെന്റ്സ് റീഡ് ചെയ്യാം. നമുക്ക് എലമെന്റ്സ് റീഡ് ചെയ്യാനുള്ള സ്റ്റേറ്റ്മെന്റ് എഴുതാം.
അപ്പൊ റീഡ് ചെയ്യാനുള്ള സ്റ്റേറ്റ്മെന്റ് ഒക്കെ നമ്മൾ മുമ്പ് പറഞ്ഞു തന്നതാണ്, അതുകൊണ്ടാണ് അതൊന്നും എക്സ്പ്ലെയിൻ ചെയ്യാത്തത്. ഇവിടെ R1 ഈക്വൽ ടു R1 ഈക്വൽ ടു R2 എന്ന സ്റ്റേറ്റ്മെന്റ് ശരിയാണെന്നുണ്ടെങ്കിൽ മാത്രമേ ഇതിൻ്റെ അകത്ത് കയറത്തുള്ളൂ. അതുകൊണ്ട് നമുക്ക് ഈ ഫോർ ലൂപ്പിൽ R1 R2 എന്ത് വേണേൽ നമുക്ക് കൊടുക്കാം, കാരണം രണ്ടും ഈക്വൽ ആയിരിക്കും. അപ്പോൾ നമ്മൾ അത് രണ്ടും കൊടുത്തു. ഇനി നമുക്ക് സ്കാൻ ചെയ്യാനുള്ള സ്റ്റേറ്റ്മെന്റ് കൊടുക്കുക. ഒന്നാമത്തെ മെട്രിക്സ് ആണ് നമ്മൾ സ്കാൻ ചെയ്യുന്നത്. അപ്പോൾ ഒന്നാമത്തെ മെട്രിക്സ് നമ്മൾ സ്കാൻ ചെയ്തു മെട്രിക്സ് 1, എൻ്റർ ദ എലമെന്റ്സ് ഓഫ് മെട്രിക്സ് 1. അപ്പോൾ അതിനുള്ള സ്റ്റേറ്റ്മെന്റ് നമ്മൾ റീഡ് ചെയ്യാനുള്ള സ്റ്റേറ്റ്മെന്റ് എഴുതി. രണ്ടാമത്തെ മെട്രിക്സ് ആണ് നമുക്ക് ഇതുപോലെ തന്നെ സ്കാൻ ചെയ്യേണ്ടത്. അപ്പോൾ നമ്മളത് ജസ്റ്റ് കോപ്പി പേസ്റ്റ് ചെയ്യുന്നു. ഓർഡർ ഒന്നായത് കാരണമാണ് ഞാൻ മാറ്റാഞ്ഞത്. മെട്രിക്സ് 1 എന്നുള്ളത് മെട്രിക്സ് 2 ആക്കുന്നു. അപ്പോൾ നമുക്ക് രണ്ടാമത്തെ മെട്രിക്സും റീഡ് ചെയ്യാനുള്ള സ്റ്റേറ്റ്മെന്റ് നമ്മൾ എഴുതി. ഇനി നമുക്ക് സം എന്ന് പറഞ്ഞ മെട്രിക്സ്, അപ്പോൾ സം എന്ന് പറഞ്ഞ മെട്രിക്സ് നമ്മൾ ഉണ്ടാക്കിയിട്ടില്ല. നമുക്ക് സം ഈക്വൽ ടു സം ഓഫ് മെട്രിക്സ് സം ഓഫ് R1 C1 റോയും കോളവും കൊടുത്താൽ മതി. സം എന്ന് പറഞ്ഞ മെട്രിക്സ് ആയി. നമുക്ക് സം എങ്ങനെ കണ്ടുപിടിക്കാൻ നോക്കാം. അപ്പോൾ മെട്രിക്സിന്റെ എല്ലാ എലമെന്റുകളിലൂടെ നമുക്ക് കടന്നു പോകേണ്ട ആവശ്യകതയുണ്ട്. അപ്പോൾ നമുക്കൊരു ഐ ലൂപ്പും ജെ ലൂപ്പും ഉണ്ടാക്കാം. ഇപ്പോൾ എല്ലാ എലമെന്റ് വഴിയും കടന്നു പോകും. നമുക്ക് മെട്രിക്സിന്റെ രീതി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളിവിടെ പറഞ്ഞിട്ടുണ്ട്. സം 1 എന്ന് പറയുന്നതിൽ സം ഓഫ് 1 എന്ന് പറയുന്നത് A11 പ്ലസ് B11 ആണ്. അപ്പോൾ അത് നമ്മൾ പ്രോഗ്രാമിന്റെ രീതിയിൽ എഴുതാൻ നേരത്ത് നമുക്കാകെ ഇത്ര മാറ്റം വരുത്തിയാൽ മതി. സം ഓഫ് IJ ഈക്വൽ ടു മെട്രിക്സ് 1 ഓഫ് IJ പ്ലസ് മെട്രിക്സ് 2 ഓഫ് IJ. വളരെ സിമ്പിൾ ആണ് ആഡ് ചെയ്യേണ്ട പ്രോഗ്രാം. അപ്പോൾ ഇനി നമുക്കിത് പ്രിന്റ് ചെയ്യാനുള്ള സ്റ്റേറ്റ്മെന്റും കൂടെ എഴുതാം. ഞാനിത് ജസ്റ്റ് കോപ്പി ചെയ്യുന്നു, പേസ്റ്റ് ചെയ്യുന്നു. സാധാരണ ഒരു മെട്രിക്സ് പ്രിന്റ് ചെയ്യുന്ന ആ ഒരു രീതിയിൽ തന്നെ എഴുതിയാൽ മതി. printf /t %d ഇട്ടതിന് ശേഷം കോമ ഇട്ടിട്ട് സം ഓഫ് IJ. അതുപോലെ നമ്മളിവിടെ ഒരു /n ആവശ്യമുണ്ട്. പ്രിന്റ് ചെയ്യുന്ന രീതി എങ്ങനെയാണെന്ന് നമ്മൾ മുമ്പത്തെ എപ്പിസോഡിൽ ഡിസ്കസ് ചെയ്ത കാര്യമാണ്. ഇനി /n രീതി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ printf /n. ഇത്രയേ ഉള്ളൂ നമ്മുടെ സം മെട്രിക്സിന്റെ രീതി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. പിന്നെ ഞാൻ വേണം എക്സ്പ്ലെയിൻ ചെയ്യാം ഒന്നുകൂടി. R1 C1 R2 C2 എന്നുള്ളത് രണ്ട് മെട്രിക്സിന്റെ റോയും കോളവും മേടിക്കാനുള്ള പ്രോഗ്രാമാണ്. ആ ഒരു വേരിയബിൾ ആണ്. ഐയും ജെയും എന്ന് പറഞ്ഞാൽ അതിൻ്റെയൊക്കെ റെപ്രസെൻറ്റേറ്റീവ് ആണ്. നമ്മൾ ആദ്യത്തെ മെട്രിക്സിന്റെ റോയും കോളവും എൻ്റർ ചെയ്യാൻ ആവശ്യപ്പെടുന്നു. രണ്ടാമത്തെ മെട്രിക്സിന്റെ റോയും കോളവും എൻ്റർ ചെയ്യാൻ ആവശ്യപ്പെടുന്നു. മെട്രിക്സുകൾ നമ്മൾ ഉണ്ടാക്കുന്നു. എന്നിട്ട് റോ 1ഉം റോ 2ഉം ഈക്വൽ ആണോ എന്ന് നോക്കുന്നു. അതുപോലെ തന്നെ കോളം 1ഉം കോളം 2 ഈക്വൽ ആണോ നോക്കുന്നു. അങ്ങനെയാണെങ്കിൽ മാത്രമേ നമുക്ക് ആഡ് ചെയ്യാൻ പറ്റത്തുള്ളൂ. അപ്പോൾ ആഡ് ചെയ്യാനുള്ള സ്റ്റേറ്റ്മെന്റ് എഴുതുന്നതിന് മുമ്പ് നമ്മളിവിടെ മെട്രിക്സ് ഒന്നും റീഡ് ചെയ്തിട്ടില്ല. നമ്മൾ റീഡ് ചെയ്യുന്നു. നമ്മൾ ആദ്യത്തെ മെട്രിക്സ് റീഡ് ചെയ്യുന്നു, രണ്ടാമത്തെ മെട്രിക്സ് റീഡ് ചെയ്യുന്നു, നമ്മൾ ആഡ് ചെയ്യുന്നതും ഫോർ ലൂപ്പ് ഉപയോഗിച്ചാണ്. നമ്മളത് മെട്രിക്സിന്റെ ഫോമിൽ പ്രിന്റ് ചെയ്യുന്നു. അപ്പോൾ നമ്മളിവിടെ ഒരു ഇഫ് കൊടുത്തായിരുന്നു, അതിന്റെ എൽസ് പാർട്ട് നമ്മൾ കൊടുത്തിട്ടില്ല. അപ്പോൾ നമുക്ക് കൊടുക്കാം എൽസ് printf നോട്ട് ആപ്ലിക്കബിൾ. ഇത്രയേ ഉള്ളൂ അതിന്റെ ഒരു പ്രോഗ്രാം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. വളരെ സിമ്പിൾ ആയ ഒരു പ്രോഗ്രാമാണ്. നമുക്കൊന്ന് റൺ ചെയ്ത് നോക്കാം. എന്തെങ്കിലും എററൊക്കെ ഉണ്ടെങ്കിൽ നമുക്കിപ്പോൾ കാണാം. ഇവിടെ കുറച്ച് എററുകൾ കാണുന്നുണ്ട്. നമുക്ക് ഏതായാലും അതൊക്കെ ഒന്ന് നോക്കാം. ഇവിടെ ഒരു ആംപ്രസന്റ് ആയിരുന്നു വരേണ്ടത്. നമ്മൾ ധൃതിയിൽ ടൈപ്പ് ചെയ്തപ്പോൾ പറ്റിയ ഒരു ചെറിയ മിസ്റ്റേക്ക് ആണ് ആംപ്രസന്റിന്റെ. ഒന്നുകൂടി നോക്കാം. ഇവിടെ പ്രിന്റ്എഫിന്റെ അവിടെയുള്ള /n ഒരു പ്രശ്നക്കാരനായി വന്നിരുന്നു. അത് വേറെ ഒന്നുമല്ല, ഈ സെമിക്കോളൻ കഴിഞ്ഞായിരുന്നു /n വരേണ്ടത്. ഒന്നുകൂടി നമുക്ക് നോക്കാം.
ഓ, ഇവിടെ ഒരു കോമയുടെ പ്രശ്നമുണ്ട് സ്കാൻഎഫിന്റെ അവിടെ. ഓക്കെ, ഇവിടെ ഒരു കോമയുടെ പ്രശ്നമുണ്ട്. പെർസെൻറ്റേജ് അടി കഴിഞ്ഞ് ഞാൻ കോമ ഇടാൻ മറന്നാണ്. അതൊക്കെയാണ് ഇവിടെ പറ്റിയ പ്രധാനപ്പെട്ട എററുകളൊക്കെ നമ്മൾ തിരുത്തി. ഇനി നമുക്ക് സിൻടാക്സ് എറർ ഒന്നും ഇപ്പം നിലവിലില്ല. നമുക്കിനി ഒന്ന് ചെയ്ത് നോക്കാം. ഒരു 2 ക്ലോസ് 2 മെട്രിക്സ് ആണ് കൊടുക്കുന്നത്. എന്നിട്ട് ഞാൻ 1 1 1 1 2 3 3 3 നമുക്ക് 3 4 4 4 കറക്റ്റ് ആയിട്ട് നമുക്ക് ഔട്ട് ചെയ്തിട്ടുണ്ട്. ഒന്നുകൂടെ റൺ ചെയ്ത് നോക്കാം. 1 ക്രോസ് 2ഉം 2 ക്രോസ് 3യും കൊടുത്ത് നോക്കാം. നോട്ട് ആപ്ലിക്കബിൾ നമുക്ക് കാണിക്കുന്നുണ്ട്. അപ്പോൾ നമ്മുടെ പ്രോഗ്രാം പെർഫെക്റ്റ് ആയിട്ട് വർക്ക് ചെയ്യുന്നുണ്ട്. നിങ്ങൾക്ക് എൻ്റെ ഈ വീഡിയോ ഉപകാരപ്രദമായി തോന്നിയെങ്കിൽ എൻ്റെ ഈ വീഡിയോ ലൈക്ക് ചെയ്യുക. നിങ്ങളുടെ ആശയങ്ങളും അഭിപ്രായങ്ങളും കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. ഇതിൽ നിന്നൊരു എപ്പിസോഡുമായി ഇനിയും നമുക്ക് കണ്ടുമുട്ടാം. ഇറ്റ്സ് മീ ജയശങ്കർ JP സൈനിങ് ഔട്ട്. സീ യു.